ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചതോടുകൂടി ഇന്ത്യൻ ഇൻഡിസസുകളിൽ ഹെവി സെല്ലിംഗ് വന്നു. നിഫ്റ്റി 1.10%, സെൻസെക്സ് 1.14%, ബാങ്ക് നിഫ്റ്റി 1.6%, നിഫ്റ്റി IT 1.5%, BSE സ്മാൾ ക്യാപ് ഇൻഡെക്സ് 1.5% ഇടിഞ്ഞു. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 1875ഓളം സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും 381ഓളം സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റവും കാണാൻ സാധിച്ചു. ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ 8,000 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 6,300 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റ് ഒഴികെ മറ്റെല്ലാ ഇൻഡിസസുകളും ഇന്ന് നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ശ്രീറാം ഫിനാൻസ്, വിപ്രോ, ബജാജ് ഫിനാൻസ്, ICICI ബാങ്ക്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകൾ ടോപ്പ് ലൂസറായിരുന്നു. ONGC, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, മാരുതി സുസുക്കി, നെസ്ലെ ഇന്ത്യ, ഭാരതി എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് ടോപ്പ് ഗെയിനർ കാറ്റഗറിയിൽ വന്നു. മാർക്കറ്റ് 1.10% ഇടിഞ്ഞപ്പോൾ മിഡ് ക്യാപ് ഇൻഡെക്സ് 1.57%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 1.73% ഇടിഞ്ഞു. നിഫ്റ്റിയെ സംബന്ധിച്ച ഒരു പ്രധാന സപ്പോർട്ടായ 22,300 താഴെ മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയതുകൊണ്ട് 22,185, 22,000 തുടങ്ങിയ ലെവലുകളായിരിക്കും വരും സമയത്തെ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ട്. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഇന്ന് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനോടൊപ്പം തന്നെ ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് മാർക്കറ്റിൻ്റെ ഷോർട്ട് ടൈം ട്രെൻഡ് നെഗറ്റീവായി മാറി എന്നുള്ള സൂചനയാണ് നൽകുന്നത്. കൂടാതെ സെൽ ഓൺ റൈസ് എന്ന ട്രെൻഡും മാർക്കറ്റിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 47,400, 47,300 തുടങ്ങിയ സോണുകൾ ക്രൂഷ്യൽ സപ്പോർട്ട് സോണായി പ്രവർത്തിക്കും. 48,280, 48,300 തുടങ്ങിയ സോണുകൾ ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് സോണാണ്. ഇന്ന് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റിയും ഉയർന്നിരുന്നു. വോളറ്റിലിറ്റി ഇൻഡെക്സ് 8.1% വർദ്ധിച്ച് 11.5 നിന്നും 12.4 ഇന്നത്തെ ദിവസം ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലെ ഒരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് 0.1% ഇടിഞ്ഞ് 2,931 ക്ലോസിംഗ് നൽകി. 19 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 28.34, ഡിവിഡൻഡ് ഈൽഡ് 0.31%, 52 വീക്ക് ഹൈ 3025, 52 വീക്ക് ലോ 2,111. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് റിലയൻസ് 1% റിട്ടേണും 6 മാസം കൊണ്ട് 25% റിട്ടേണും 1 വർഷം കൊണ്ട് 23% റിട്ടേണുമാണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. റിലയൻസുമായി ബന്ധപ്പെട്ട് ഇന്ന് മാർക്കറ്റിൽ വന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ് ആക്സിസ് സെക്യൂരിറ്റീസ് റിലയൻസിന് ബൈ എന്ന റേറ്റിംഗും 20% അപ്സൈഡിൽ 3,514 രൂപയുടെ ടാർഗറ്റ് നൽകി എന്നുള്ള അപ്ഡേറ്റും. റിലയൻസ് തുടർച്ചയായി അതിൻ്റെ ഡിജിറ്റൽ പ്രസൻസ് ഇംപ്രൂവ് ചെയ്യുകയാണ്. കൺസ്യൂമർ ഗുഡ്സ് സെഗ്മെൻറ്റിൽ കമ്പനി ബിസിനസ് എക്സ്പാൻഷൻ നടത്തുന്നു. റിലയൻസിൻ്റെ ടെലികോം സെഗ്മെൻറ്റിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ആർജിക്കുകയും ആവറേജ് റവന്യൂ പെർ യൂസർ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ എബിറ്റ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കമ്പനി ഇപ്പോഴുള്ള നെഗറ്റീവ് ക്യാഷ് ഫ്ലോയിൽ നിന്നും പോസിറ്റീവ് ക്യാഷ് ഫ്ലോയിലേക്ക് മാറാനും കമ്പനിയുടെ ROI ഇംപ്രൂവ് ആകാനും സാധ്യതയുണ്ട്. ഈ സാധ്യതകൾ പരിഗണിച്ചാണ് ആക്സിസ് സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗും 3,514 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ഓയിൽ ടു കെമിക്കൽ സെക്ടറിലെ റിഫൈനറി മാർജിൻ ഇംപ്രൂവ് ആവുകയും ന്യൂ എനർജി സെക്ടറിലേക്ക് കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്തതോടുകൂടി 2030 റിലയൻസിൻ്റെ എബിറ്റ $3.6 ബില്യൺ എത്തിയേക്കും. റീറ്റെയിൽ സെഗ്മെൻറ്റിൽ നെറ്റ്വർക്ക് എക്സ്പാൻഷൻ്റെയും ഇംപ്രസീവ് ഗ്രോത്ത് റേറ്റ്സിൻ്റെയും പശ്ചാത്തലത്തിൽ ഓർഗനൈസ്ഡ് റീറ്റെയിൽ സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ഷെയർ കമ്പനി ഇംപ്രൂവ് ചെയ്തു വരികയാണ്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ അഡ്വാൻസ്മെൻറ്റിലും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. റിലയൻസിൻ്റെ നെറ്റ്വർക്ക് എക്സ്പാൻഷൻ 30% CAGR എന്ന ഗ്രോത്തോടു കൂടിയാണ് വളരുന്നത്. 2023-26 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂവിൽ 20 മുതൽ 25% വർധനവ് ഉണ്ടായേക്കാം. കൂടാതെ റിലയൻസിൻ്റെ ടെലികോം സെക്ടറിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ അക്വയർ ചെയ്യുകയും ആവറേജ് റവന്യൂ പെർ യൂസർ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 5G സെഗ്മെൻറ്റിൽ സ്ട്രോങ് ഗ്രോത്ത് പൊട്ടൻഷ്യലാണ് റിലയൻസിനുള്ളത്. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിച്ചാണ് ആക്സിസ് സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗും 3,500 രൂപയ്ക്ക് മുകളിലുള്ള ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം 2,280 മുതൽ 2,750 വരെയുള്ള റേഞ്ച് ഒരു പ്രധാന റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് സോണായിരുന്നു. അവിടെ നിന്നും 2,780 മുകളിൽ സ്റ്റോക്ക് ബ്രേക്കൗട്ട് നൽകുകയും 3,025 വരെ എത്തുകയും ചെയ്തു. ഇനി റിലയൻസ് 2,800 എന്ന സോൺ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് സ്മോൾ ക്യാപ് സെക്ടറിലെയും മിഡ് ക്യാപ് സെക്ടറിലെയും സ്റ്റോക്കുകളിൽ വന്ന സെല്ലിങ്ങുമായി ബന്ധപ്പെട്ടതാണ്.
ഇന്ന് IRDA, SJVN, IRFC, IFCI, KEC തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചു. IFCI 6.78%, ഇന്ദ്രപ്രസ്ഥ മെഡിക്കൽ കോർപ്പ് 6.6%, പിറ്റി എഞ്ചിനീയറിംഗ് 6.4%, ജിൻഡാൽ വേൾഡ്, സ്റ്റീൽ എക്സ്ചേഞ്ച് ഇന്ത്യ, KEC ഇൻ്റർനാഷണൽ, സ്പൈസ് ജെറ്റ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ 5%-ഓളവും ഇടിഞ്ഞു. ആൾറെഡി സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഓവർ വാല്യൂഷനിലാണ്. ഓവർ വാല്യൂഷനിലോടൊപ്പം തന്നെ മാർക്കറ്റിൽ വീക്ക്നെസ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻവെസ്റ്റേഴ്സ് സ്മോൾ ക്യാപ് ആൻഡ് മിഡ് ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയെന്നാണ് അനലിസ്റ്റുകൾ അവകാശപ്പെടുന്നത്. ഇറാഡ എന്ന സ്റ്റോക്ക് 5.32% ഇടിഞ്ഞു. SJVN 4.25%, M&M ഫിനാൻഷ്യൽ, മാക്സ് ഹെൽത്ത് കെയർ, IOB, NHPC, ടോറൻറ്റ് ഫാർമ, GMR ഇൻഫ്ര, IRFC, LTTS, ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ 3%-ലേറെയും ഇടിഞ്ഞു. ഇറാഡ എന്ന സ്റ്റോക്കിൽ ഇന്ന് സെല്ലിംഗ് വന്നതിന് പിന്നിൽ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. കോട്ടക് മ്യൂച്വൽ ഫണ്ട്, നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്, ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ 3 മ്യൂച്വൽ ഫണ്ടുകൾ ഇറാഡ എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് നടത്തി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 1%-ന് താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. ഡിസംബർ മാസത്തെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ഈ 3 മ്യൂച്വൽ ഫണ്ടുകളുടെയും പേര് ഇറാഡയുടെ ഷെയർ ഹോൾഡിങ്ങിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴത് കാണാൻ സാധിക്കുന്നില്ല. അതായത് ഈ 3 മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കിൽ സെല്ലിംഗ് നടത്തി എക്സിറ്റ് ആയിട്ടുണ്ട്. ഇറാഡ എന്ന കമ്പനിയിൽ ഗവൺമെൻറ്റിന് 75% സ്റ്റേക്ക് ഹോൾഡിങ്ങും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് 1.8%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണുള്ളത്. ഇനി ഇറാഡ കൂടാതെ മറ്റ് ചില സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകൾ ബൈയിങ്ങും സെല്ലിങ്ങും നടത്തിയിട്ടുണ്ട്. ആസ്റ്റർ DMൽ മ്യൂച്വൽ ഫണ്ട് 1430 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇതോടൊപ്പം തന്നെ NLC ഇന്ത്യ എന്ന സ്റ്റോക്ക് ഇന്ത്യയിൽ 1340 കോടിയുടെ ബൈയിങ്ങും, ആവാസ് ഫിനാൻസിയേഴ്സിൽ മ്യൂച്വൽ ഫണ്ട് 910 കോടി രൂപയുടെ ബൈയിങ്ങും, ആദിത്യ ബിർള AMCയിൽ മ്യൂച്വൽ ഫണ്ട് 780 കോടിയുടെ ബൈയിങ്ങും, സ്റ്റാർ ഹെൽത്ത് അലൈഡ് ഇൻഷുറൻസിൽ 720 കോടി രൂപയുടെ ബൈയിങ്ങും, GR ഇൻഫ്ര പ്രൊജക്ട്സിൽ 640 കോടി രൂപയുടെ ബൈയിങ്ങും, ക്രോംപ്ടൺ ഗ്രേവ്സിൽ 520 കോടി രൂപയുടെ ബൈയിങ്ങും, ബന്ധൻ ബാങ്കിൽ 500 കോടി രൂപയുടെ ബൈയിങ്ങുമാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ മാർച്ച് മാസം നടത്തിയത്. എന്നാൽ ചില സ്റ്റോക്കുകളിൽ മ്യൂച്വൽ ഫണ്ടുകൾ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. ഹിന്ദുസ്ഥാൻ കോപ്പറിൽ 370 കോടി രൂപയുടെ സെല്ലിംഗ് മാർച്ച് മാസത്തിൽ നടത്തി. അതോടൊപ്പം തന്നെ ഭാരത് ഡൈനാമിക്സിൽ 270 കോടിയുടെയും, ഇറാഡയിൽ 280 കോടിയുടെയും, കൊറമണ്ഡൽ ഇൻ്റർനാഷണലിൽ 220 കോടിയുടെയും, മാക്സ് ഫിനാൻഷ്യലിൽ 220 കോടിയുടെയും, ഫെഡറൽ ബാങ്കിൽ 220 കോടി രൂപയുടെയും സെല്ലിംഗ് മാർച്ച് മാസത്തിൽ മ്യൂച്വൽ ഫണ്ട് നടത്തി. അമരാജ എനർജി, അപ്പോളോ ടയർ തുടങ്ങിയ മിഡ് ക്യാപ് സ്റ്റോക്കുകളിലും 200 കോടി രൂപയുടെ സെല്ലിംഗ് മാർച്ച് മാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ നടത്തി. ഈ ന്യൂസുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിലാണ് ഓവർ വാല്യൂഷനിൽ തുടരുന്ന സ്മോൾ ക്യാപ് സെക്ടർ സ്റ്റോക്കുകളിലും മിഡ് ക്യാപ് സെക്ടർ സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ ഉണ്ടായത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്